ഐസക് പക്ഷേ മാണി സാറിൻ്റെ വലിയൊരു ആരാധകനാണ്. നല്ല സ്നേഹസമ്പാദ്യമായ ഒരു ചോദ്യമായിരുന്നു തീർച്ചയായിട്ടും അല്ലേ? അതും പ്രോത്സാഹനജനകമായ ഒരു ചോദ്യം. ഒരുപക്ഷെ മാണി സാറിന് മുന്നോട്ടുള്ള വഴിത്താരയിലെ ഒരു വിളക്ക് തെളിക്കുകയാണ് ചെയ്തത്. അതിന് നമുക്ക് ഐസക്കിനോട് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ അല്ലേ? അദ്ദേഹത്തിൻ്റെ സതുദ്ദേശത്തിന് നന്ദി പറയാം. അതെ, പറയാം. ചോദ്യം മാണി സാറിന് മനസ്സിലായില്ലെങ്കിലും അതെ അതെ പക്ഷെ അത് സതുദ്ദേശപരമായിട്ടുള്ള കാര്യം മാണി സാർ മനസ്സിലായി അല്ലേ? വളരെ വ്യക്തമായി, ഇപ്പം വളരെ വ്യക്തമായി. പക്ഷേ ഈ ഡോക്ടർ ഐസക്കൊക്കെ ഇത്രയും സ്നേഹം കാണിക്കുമ്പോഴും അത്ര സ്നേഹം കാണിക്കാത്ത ആൾക്കാരുണ്ട് മാണി സാറിനോട്. ഇപ്പം അദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടുവന്നാൽ മാണി സാറിൻ്റെ മുഖത്ത് ഇപ്പം തെളിയുന്ന ഈ പറഞ്ഞ 1000 വാൾട്ടിൻ്റെ ബൾബ് ഇപ്പം മങ്ങും. നോക്കിക്കോളൂ, കണ്ടേ? ഇതാ മാണി സാറിൻ്റെ മുഖത്തെ വെളിച്ചം മങ്ങാൻ പോവുകയാണ്. വരട്ടെ. കേന്ദ്രത്തിനോട് 50 അല്ല 100 കിട്ടിയാലും ഇവിടെ നമുക്കിത് നിയന്ത്രിക്കാൻ കഴിയണം എന്നാണ് എൻ്റെ പക്ഷം. അങ്ങനെ വന്നാലല്ലാതെ കേരളത്തിൻ്റെ സമ്പൽഘടനയിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കില്ല. ശരിക്ക് ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തില്ല. ഓരോ ആവശ്യങ്ങൾ ബഡ്ജറ്റിന് പുറമെ, ഞാൻ പറയണത് ശരിയാണെന്ന് എനിക്കറിയില്ല, ഏതായാലും ബഡ്ജറ്റിന് പുറമെയുള്ള ചെലവുകളില്ലാത്ത ക്യാബിനറ്റ് മീറ്റിംഗ് വളരെ കുറവാണ്. മാണി സാറിൻ്റെ സാമ്പത്തിക നടപടിക്രമത്തിലുള്ള പരസ്യമായ അവിശ്വാസ പ്രഖ്യാപനം ശ്രീ ആര്യാടൻ മുഹമ്മദ് നടത്തുകയാണ്. അതൊരു അവിശ്വാസ പ്രഖ്യാപനമല്ല, അതേ ഒരു ജനറൽ ട്രെൻഡ് പറഞ്ഞതാണ്. ധനകാര്യമന്ത്രിമാർ പലപ്പോഴും ഹെൽപ്ലെസ്സാണ്. നമ്മളൊരു ഡിസൈൻ ചെയ്തിട്ടെന്ന് വിചാരിച്ചു. ഒരു ഷർട്ട് ഞാൻ കട്ട് ചെയ്ത്, എപ്പോഴും പറയും ധനകാര്യമന്ത്രിമാർ ബട്ടാസിൻ്റെ ഷേപ്പിനനുസരിച്ച് ഞാൻ ഷർട്ട് തയ്ക്കാൻ കട്ട് ചെയ്തിട്ടു. പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് ആളുടെ ഉത്തരവാദിത്തം, നല്ലപോലെ തയ്ക്കുക വേണ്ടി എന്നുള്ളത്. ഞാൻ നല്ലതുപോലെ എല്ലാം കേരളത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, കേരളത്തിൻ്റെ വികസന ദിശകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ പിന്നെ നടപ്പിലാക്കേണ്ടത് ഓരോ മന്ത്രിമാരെ വകുപ്പുകളാണ്. അവരാ ബഡ്ജറ്റിനകത്ത് ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കണം. ഒരു വർഷം 100 കോടി രൂപയാണ് ഒരു വകുപ്പിന് വെച്ചിരിക്കുന്നത് എങ്കിൽ ആ 100 കോടിക്കകത്ത് നിന്ന് ചെലവുകൾ വളരെ ശാസ്ത്രീയമായി ചെലവുകൾ ഒതുക്കിയും വ്യക്തമായി ദുർവ്യയങ്ങൾ ഒഴിവാക്കി പ്രവർത്തിക്കണം. മാണി സാറ് പറഞ്ഞത് ഇപ്പം ഞാനാണ് പറയുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആര്യാൻ പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ ഓരോ വകുപ്പും കൂടുതൽ തുക ചോദിക്കുന്നു. ഓരോ വകുപ്പും കൂടുതൽ തുക ചോദിക്കുമ്പോൾ ബഡ്ജറ്റിന് പുറത്ത് തുക കൊടുക്കേണ്ടി വരുന്നു. ക്യാബിനറ്റ് എന്ന് പറയുന്ന അജണ്ട, ഔട്ട്സൈഡ് അജണ്ടയും എല്ലാം വരുന്നത് എന്താണെന്നറിയാം? ഓരോ ക്യാബിനറ്റ്. ഞാൻ ഈ കഴിഞ്ഞ ക്യാബിനറ്റിൽ ഒരു ദിവസം പറഞ്ഞു, ഇനി ഓരോ ക്യാബിനറ്റിലും ചീഫ് സെക്രട്ടറി ഇന്നത്തെ ക്യാബിനറ്റിലെ തീരുമാനം കൊണ്ട് പുതുതായി എത്ര സാമ്പത്തിക ബാധ്യത വരുത്തി വെച്ചു എന്നുള്ള കണക്കൂടെ തരണം എന്ന് ഞാനൊരു അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഇതുവരെ അത് ഉണ്ടായില്ല. ഓരോ ക്യാബിനറ്റ് കൂടുമ്പോഴും പുതിയ സാമ്പത്തിക ബാധ്യത വരുത്തി വയ്ക്കുക, പുതിയ ആവശ്യങ്ങൾ വരുന്നു, അതിന് രൂപ അനുവദിക്കുക. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് താളം തെറ്റി. ബഡ്ജറ്റിൽ വിഭാവന ചെയ്ത ചെലവിനകത്ത് എല്ലാ വകുപ്പുകളും ഒതുങ്ങി നിൽക്കുന്നു എന്ന് മാത്രമല്ല, ക്യാബിനറ്റ് ഒതുങ്ങി നിൽക്കുന്നില്ല. അത് ഞാൻ കുറ്റം പറയുന്നില്ല, കുറ്റം പറയുന്നില്ല. പുതിയ ആവശ്യങ്ങൾ വരാം. പുതിയ ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ തുക ചെലവ് ചെയ്യേണ്ടി വരും. മാണി സാറെ, കണ്ടിജൻസി അതിനൊക്കെയുള്ള വകുപ്പുകൾ ഒരു സർക്കാരിലുണ്ട്. മാണി സാറിന് അറിയാം, ഞാൻ മാണി സാറിനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ മാണി സാറ് പറഞ്ഞ ഉദാഹരണമായിട്ട് പറയാം, ആര്യാൻ്റെ KSRTC, ഇലക്ട്രിസിറ്റി ബോർഡ്, ബഡ്ജറ്റിൽ വിഭാവന ചെയ്തതിനേക്കാൾ എത്രയോ കോടി രൂപ കൊടുക്കേണ്ടി വന്നു. ഇത് ഇപ്പോഴാണ് മാണി സാർ ഒരു രാഷ്ട്രീയക്കാരനായത്. അത് മാണി സാർ ആദ്യം പറഞ്ഞതിന് പകരം ഒറ്റ മറുപടി പറഞ്ഞാൽ, ആര്യാടാ സ്വന്തം വകുപ്പിൽ മാറ്റിവെച്ച തുക അത് വെച്ചിട്ട് കാര്യങ്ങൾ നടത്തിയാൽ ഈ പ്രശ്നമൊന്നും എനിക്ക് ഉണ്ടാകില്ല എന്നല്ലേ മാണി സാർ പറഞ്ഞത്? അതിപ്പോൾ ബട്ടാഷിൻ്റെ ഭാഷയിലല്ലല്ലോ ഞാൻ പറയുന്നു. ഞാൻ മാണി സാറിനെ സഹായിക്കാൻ വേണ്ടി, തീർച്ചയായിട്ടും അല്ലേ? അതിനകത്ത് ഒരു ബുദ്ധിമുട്ടും സഹായിക്കാൻ വേണ്ടി തന്നെ.